നമസ്കാരം. അടൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്ന വേണു, അദ്ദേഹത്തിൻ്റെ തൊഴിലിടങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു വലിയ സംരംഭത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ നാട്ടിലും എൻ്റെ നാടിൻ്റെ വിവിധ ഇടങ്ങളിലും വർഷങ്ങളായിട്ടിപ്പോൾ പന്നിശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പല ജീവനുകൾ പോലും ബൈക്ക് ആക്സിഡൻറ്റിലും അതുപോലെ പല ഇടങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ട് ഒരു പ്രഭാതം അദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയത്താണ് തൻ്റെ കണ്ണുമുമ്പിൽ രണ്ട് പേരെ പന്നി കുത്തി ബൈക്കിൽ കിടക്കുന്ന രണ്ട് ജീവിതങ്ങളെ കാണാൻ കഴിയുന്നത്. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിലുമായിട്ട് അവർ ചികിത്സ കഴിഞ്ഞു. തൻ്റെ വീടിൻ്റെ ചുറ്റളവിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന വണ്ണമാണ് ഇദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഇതൊരു വലിയ വാർത്തയായിട്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വേണു ഇന്ന് വളരെ തിരക്കിലാണ്. ഇതെങ്ങനെ ഇത് വേണു കണ്ടുപിടിച്ചത്? നമുക്ക് സ്വന്തമായിട്ട് കൃഷിയുള്ള ഒരാൾ 600 മൂട് ചീനി 200 മൂട് ഏക്കറായി കൃഷി കണ്ടിരിക്കും. പന്നിയുടെ ശല്യം പന്നി നശിപ്പിക്കും. ഈ ലൈറ്റ് ഞാൻ പണിയാൻ കാര്യം നമ്മുടെ ഈ ചേലമ്പള്ളി നെല്ലുമണ റൂട്ടിലൊരു ആക്സിഡൻറ്റ് വെച്ചു. വെളുപ്പിന് രാവിലെ 5 മണിക്ക് ഞാൻ നടക്കാൻ വന്ന സമയത്താണ് നമ്മുടെ കേന്ദ്ര വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു ഒരു ചേച്ചി ഒരു ചേട്ടനൂടെ ചങ്ങമത്തൂന്ന് കേന്ദ്ര വിദ്യാലയത്തിലോട്ട് പോകും. ആ സമയത്താണ് നമ്മുടെ ഈ മുളമുക്ക് ഭാഗത്ത് ഒരു പന്നി വണ്ടിയുടെ കുറുക്ക് ചാടി അവർ മറിഞ്ഞു വീണ് അവരുടെ വാരിയിൽ നിന്നൊക്കെ പൊട്ടലുണ്ടാകും. അവരെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഞങ്ങളായിട്ട് സഹായിച്ചു അവരെ എടുത്ത് വണ്ടിയിലൊക്കെ കയറ്റി. അതിനുശേഷം നമ്മൾ ഈ കൃഷിക്കകത്ത് ഈ എല്ലാ കൃഷി പന്നി കൂട്ടത്തോട് വന്നു കൂടുകയും അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയത്താണ് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഫാനിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് നിർമ്മിച്ച് വെച്ചാൽ എന്താണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ വന്ന് 3 വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് ഈ ലൈറ്റ് വെച്ചതിന് ശേഷം എൻ്റെ കൃഷി മാത്രം പന്നി നശിപ്പിക്കുന്നില്ല. അങ്ങനെ ലൈറ്റ് കൃഷിക്കകത്ത് വെച്ചു. അന്നേരം ഈ പന്നി നശിപ്പിക്കുന്നില്ല. അങ്ങനെയാണ് പത്രക്കാർ ഹർഷകുമാറുമായിട്ട് ഇടപെടുന്നു. ഹർഷകുമാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ലൈറ്റ് കണ്ടതിന് ശേഷം അവർ ഈ പത്രത്തിൽ ഒരു ഹെഡിങ് കൊടുത്ത് പന്നിയെ ചുരുക്കാൻ കർഷകൻ അവരൊരു ഹെഡിങ് കഴിച്ച് പത്രത്തിൽ വന്നു. ഈ പത്രത്തിൽ നമ്മുടെ എനിക്കതിന് ലോകം മൊത്തം കണ്ടു കാണും. അതിനുശേഷം എന്നെ പലരും വിളിച്ചു ലൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാ അതിനെക്കുറിച്ചൊക്കെ. നിർമ്മാണ ചെലവ് എത്ര രൂപയാവും? നമുക്കിപ്പോൾ 4000 രൂപ. 4000 രൂപ. ഹർഷകുമാർ ഒരേക്കറിനകത്ത് സോളാർ ഫിറ്റ് ചെയ്യുന്നതിന് വേലി അടിക്കുന്നതിനുമായിട്ട് 1,45,000 രൂപ പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് വെച്ചിരുന്ന സമയത്താണ് എൻ്റെ ഈ ലൈറ്റ് കാണുന്നത്. അന്നേരമാണ് അദ്ദേഹം വന്ന് കണ്ട് 4000 രൂപയ്ക്ക് ഇത് ഒതുക്കി അദ്ദേഹം ഇത് ചെയ്ത് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പത്രക്കാരുമൊക്കെ ഉണ്ട്. പിന്നെ ചാനൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ കൈരളി ചാനൽ, പത്തനംതിട്ട ബ്യൂറോ കൈരളി ചാനൽ ലൈറ്റ് ഒരു കറങ്ങുന്ന രീതിയിലൊക്കെ ഒരു സാധാ മോഡലുണ്ടാക്കി. അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പലരും എന്നെ വിളിച്ച് ഇതൊരു ലൈറ്റ് വേണം. ഇപ്പോൾ ഇത് തൃശ്ശൂരേക്ക് പണി വെച്ചിരിക്കുക. ഈ ലൈറ്റ് ഇപ്പോൾ തൃശ്ശൂർ ഓർഡർ ഉണ്ടല്ലേ? തൃശ്ശൂർ ഓർഡർ ആയി. ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ഈ ലൈറ്റ് വന്നു. ഞാനിപ്പം ഇന്നലെ രാവിലെ അതും തൃശ്ശൂരുകാരാണ്. പിന്നെ തിരുവനന്തപുരക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 10 രൂപ ഞാൻ പണിഞ്ഞു കൊടുത്തു. കേരളത്തിൽ മുഴുവനും പന്നിയുടെ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിൽ ഭയങ്കരമായിട്ട് പന്നിയുടെ ശല്യം വ്യാപകമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുമല്ല ഈ വനത്തിന്റെ സൈഡിൽ വടകര സൈഡിൽ ഈ ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന വനത്തിൽ നിന്ന് മൃഗങ്ങൾ വരെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ആനയെ ഓടിക്കാൻ വരെ ഇത് ഉപയോഗിക്കാം കൃഷിക്കകത്ത്. എന്തായാലും ചുരുങ്ങിയ ചെലവ് കൊണ്ട് ഇത്രയും ഒരു വലിയൊരു കാര്യം തന്നെയാണത്. പിന്നല്ല നമ്മുടെ ഗ്രാമത്തിൽ പ്രത്യേകിച്ച് വേണു ഇത് ഇങ്ങനെ ഒരു സംരംഭം കണ്ടെത്തിയതിൽ തന്നെ വലിയൊരു ആദരവ്
ശരി. ശാസ്ത്രജ്ഞനായിട്ട് അപ്പൊ കണ്ടുപിടിച്ചത്. അത് നല്ല കാര്യമാണ്. ഒരു ശാസ്ത്രജ്ഞൻ. പലരും പല പണികളും ചെയ്യുന്നത് പലരും കണ്ട് ചെയ്യുമോ, ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഈ മോഡൽ തന്നെ നമ്മുടെ കരവിരുന്ന ശരി. ഈ മോഡൽ എങ്ങനെ എല്ലാവർക്കും കരവിരുന്ന് പണിയാൻ പറ്റത്തില്ല.